കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ അനാട്ടമി വിഭാഗം പ്രൊഫസർ MK റാമിനെ പുറത്താക്കി എന്നതാണ് അജീഷ് ജയകുമാർ വിവരങ്ങളുമായി. അജീഷ്, വലിയ പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം, നമ്മളത് കണ്ടതാണ്. ഒടുവിൽ പുറത്താക്കിയിരിക്കുന്നു. വിവരങ്ങൾ അനുജായി പ്രതിഷേധവും പരാതികളും കടുത്തതോടെയാണ് ഈ മാനേജ്മെന്റ് ഡോക്ടർ MK റാമിനെ, അനാട്ടമി വിഭാഗം HOD ആയിട്ടുള്ള MK റാമിനെ പുറത്താക്കാനുള്ള തീരുമാനം എടുത്തത്. ഇന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും ഒന്നാം വർഷ BDS വിദ്യാർത്ഥികൾ തിരിച്ചെത്തിയ ദിവസം കൂടിയായിരുന്നു. അവരുടെ രക്ഷിതാക്കളും ഇന്ന് കോളേജിലെത്തിയിരുന്നു. ഏതാണ്ട് 30 രക്ഷിതാക്കൾ കോളേജിലെത്തി ഈ MK റാമിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടു. കൂടാതെ ഈ പ്രിൻസിപ്പളുമായ ഒരു പ്രത്യേക മീറ്റിംഗും ചേർന്നിരുന്നു. ഈ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അടക്കമുള്ളവർ ചേർന്ന് അതിൽ പ്രധാനമായും ആവശ്യം ഉന്നയിച്ചത് MK റാമിനെ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളതായിരുന്നു. രക്ഷിതാക്കൾ ഇത് കൂടാതെ പ്രിൻസിപ്പലിനെ കൂടാതെ തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിനും ഒപ്പം തന്നെ ആരോഗ്യ സർവകലാശാലയ്ക്കും പരാതി നൽകിയിരുന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ കൂടിയാണ് MK റാമിനെ പുറത്താക്കാനുള്ള ഒരു തീരുമാനം മാനേജ്മെന്റ് നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഈ പുറത്താക്കാനുള്ള ഉത്തരവ് അത് പുറത്തു വന്നിട്ടില്ല. പക്ഷേ ആ യോഗത്തിൽ ഈ രക്ഷകർത്താക്കളെയും വിദ്യാർത്ഥികളെയും പ്രിൻസിപ്പൽ ഈ ഉത്തരവ് വായിച്ചു കേൾപ്പിച്ചു എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഉത്തരവ് വൈകാതെ തന്നെ പുറത്തിറങ്ങുന്നതായിരിക്കും. എന്തായാലും നീണ്ട ദിവസങ്ങളുടെ സമരങ്ങൾക്കും പരാതികൾക്കും ഒടുവിലാണ് MK റാമിനെ, ആരോപണ വിധേയനായ MK റാമിനെ പുറത്താക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏപ്രിൽ 10-നാണ് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള നിതിൻ രാജ് മെഡിക്കൽ കോളേജിന്റെ കെട്ടിടത്തിൽ 3-ാം നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. അതിന് പിന്നാലെ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ നിരന്തര പ്രതിഷേധ പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇന്നും അവിടുത്തെ എല്ലാ വിദ്യാർത്ഥികളും ക്ലാസുകൾ ബഹിഷ്കരിച്ച് പ്രതിഷേധം നടത്തിയിരുന്നു. MK റാമിനെ പുറത്താക്കുന്നതുവരെ ക്ലാസുകളിൽ കയറില്ലെന്നും ധർണ നടത്തുമെന്നും വിദ്യാർത്ഥികൾ ആഹ്വാനം ചെയ്തിരുന്നു. കൂടാതെ ഈ മാനേജ്മെന്റുമായിട്ട് ഒരു ആശയവിനിമയം നടത്തണം തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടൊരു 5 ആവശ്യങ്ങളും ഈ മാനേജ്മെന്റിന് പ്രിൻസിപ്പലിന് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം വന്നിരിക്കുന്നത്. MK റാം പുറത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.